വിശ്വാസികളുടെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്ന അബ്രഹാമിൻ്റെ ജീവിതം ദൈവവിശ്വാസത്തിൻ്റെ മാതൃകയും മനുഷ്യൻ്റെ ബലഹീനതയുമാണ്. തൻ്റെ ജീവിതം ദൈവത്തിലുള്ള പൂർണ്ണ ആശ്രയത്തിൻ്റെ മാതൃക എങ്കിലും വീഴ്ചകളും പരാജയങ്ങളും തന്നോടൊപ്പം ഉണ്ടായിരുന്നു. എന്നാൽ ഈ പരാജയങ്ങളും വീഴ്ചകളും അബ്രഹാമിനെ തളർത്തിയില്ല, മറിച്ച് ദൈവത്തിലുള്ള ആശ്രയത്തിലേക്ക് കൂടുതൽ അടുപ്പിച്ചു. തൻ്റെ ജീവിതത്തിലെ ഒന്നാമത്തെ പരാജയം, നീ നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക എന്ന് ദൈവം ആവശ്യപ്പെട്ടപ്പോൾ താൻ സകലത്തെയും കൊണ്ട് യാത്ര തിരിച്ചു. സഹോദരപുത്രൻ ലോത്ത്, കുടുംബം, ആടുമാടുകൾ മുതലായവ. രണ്ടാമത്തെ പരാജയം, ദേശത്ത് ക്ഷാമമുണ്ടായപ്പോൾ ദൈവം കാണിക്കുന്ന ദേശം ഫലപുഷ്ടമായിരിക്കാം എന്ന് തെറ്റിദ്ധരിച്ച് ആടുമാടുകൾക്ക് ആഹാര സാധനങ്ങൾ കൊടുക്കുവാൻ പറ്റിയ പ്രദേശമായ മിസ്രൈമിലേക്ക് പോയി. പോകുന്ന വഴിക്ക് ഭയം നിമിത്തം ഭാര്യയായ സാറായിയെ സഹോദരിയാണെന്ന് കള്ളം പറഞ്ഞു. ഇത് സാറായിയുടെ സുരക്ഷയ്ക്കും ദൈവത്തിന്റെ വാഗ്ദത്തത്തിനും വിപരീതമായിരുന്നു. മൂന്നാമത്തെ പരാജയം, ഭാര്യയായ സാറായിയുടെ നിർദ്ദേശപ്രകാരം ദൈവിക വാഗ്ദത്തത്തിനായി കാത്തിരിക്കാതെ ദാസിയെ പരിഗ്രഹിച്ച് ഇസ്മയേലിന് ജന്മം നൽകി. അബ്രഹാമിന്റെ ഈ പരാജയത്തിന്റെ പരിണിത ഫലങ്ങളായി സാറ ഫറവോന്റെ ഭാര്യയാകുവാൻ ഇടയായേനെ. അബിമലേക്ക് അവളെ പിടിച്ചു കൊണ്ടുപോയി. മിസ്രൈമേ ദാസി ഹാഗാർ തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഇസ്മയേൽ തന്റെ കുടുംബത്തിൽ പിറന്നു. വാഗ്ദത്ത നിവൃത്തിക്ക് ദീർഘകാലം കൂടി കാത്തിരിക്കേണ്ടി വന്നു. പ്രിയ സഹോദരങ്ങളെ, അബ്രഹാം വീണു പോയെങ്കിലും ദൈവം അദ്ദേഹത്തെ തള്ളിക്കളഞ്ഞില്ല. ഓരോ പരാജയത്തിന് ശേഷം യാഗപീഠം പണിത് ദൈവത്തെ ആരാധിച്ചു. പരാജയങ്ങൾക്കിടയിലും ദൈവം തന്റെ വാഗ്ദത്തത്തിൽ വിശ്വസ്തനായിരുന്നു. അവസാനം ഇസ്ഹാക്കിനെ യാഗം കഴിക്കുവാൻ ആവശ്യപ്പെട്ടപ്പോൾ ചോദ്യം ചെയ്യാതെ അനുസരിക്കുന്ന ഒരു വലിയ വിശ്വാസിയായി അബ്രഹാം മാറി. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പരാജയങ്ങൾ, വീഴ്ചകൾ വന്നു ഭവിക്കാം. എന്നാൽ അതിനെ ഓർത്ത് നിരാശരാകാതെ അനുതപിച്ച് യാഗപീഠം പണിത് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് നമുക്ക് മുൻപോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.